കണ്ണൂർ തളിപ്പറമ്പിൽ 14-കാരനെ കാണാനില്ല. പൂക്കോത്ത് തെരു സ്വദേശി ആര്യനെയാണ് ഇന്ന് വൈകുന്നേരം മുതൽ കാണാതായത്. സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ആര്യനെ കാണാതായത്. അർജുൻ കല്യാട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അർജുൻ, വീണ്ടും ഒരു കുട്ടിയെ കാണാനില്ലെന്ന വാർത്ത വരികയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമാണോ? അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ? റോഷ്നി, തളിപ്പറമ്പ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസിനോടൊപ്പം തന്നെ നാട്ടുകാരും സമാന്തരമായ രീതിയിലുള്ള അന്വേഷണം പലയിടങ്ങളിലായി നടക്കുന്നുണ്ട്. സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടത്തേക്ക് ഏതെങ്കിലും തരത്തിൽ പോവുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു യാത്ര ഈ ആര്യം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലെല്ലാം തന്നെ നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരമാണ് ആര്യൻ ഈ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ആര്യനെ കാണാതായത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടെയുള്ള സുഹൃത്തുക്കളോടൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുകയും പക്ഷെ അവർക്ക് ആർക്കും തന്നെ ആര്യൻ എങ്ങോട്ടേക്കാണ് പോയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇന്ന് വൈകുന്നേരം മുതൽ തന്നെ ആര്യനുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടിയുള്ള പരമാവധി ശ്രമം നാട്ടുകാർ നടത്തിയിരുന്നു. പക്ഷേ എവിടത്തേക്ക് പോയി അല്ലെങ്കിൽ അത്തരത്തിലൊരു സൂചനകളും നാട്ടുകാർക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ഒന്നും തന്നെ ലഭിച്ചില്ല. അതിനുശേഷം അല്പസമയം കൂടി അവർ കാത്തിരുന്നു, ഏതെങ്കിലും കാരണവശാൽ വീട്ടിലേക്ക് തിരികെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ രാത്രി വൈകിയും എത്താതായതോടുകൂടിയാണ് പോലീസും നാട്ടുകാരും എല്ലാം സമാന്തരമായിട്ടുള്ള ഒരു തിരച്ചിലും അന്വേഷണവും എല്ലാം നടക്കുന്നത്. സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് അതിനുള്ളത് എന്നുള്ളതാണ് സുഹൃത്തുക്കളും അതുപോലെ തന്നെ ബന്ധുക്കളും നമുക്ക് നൽകുന്ന വിവരം. അതിന് പുറമെ കയ്യിൽ സ്കൂൾ ബാഗ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഈ സുഹൃത്തുക്കളായിട്ടുള്ളവർ പറയുന്നു. കാരണം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. അപ്പോൾ സ്വാഭാവികമായും സ്കൂൾ ബാഗും സ്കൂൾ യൂണിഫോമും തന്നെയായിരിക്കും. മറ്റ് വസ്ത്രം മാറാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൂചനകളോ അല്ലെങ്കിൽ സാഹചര്യമോ ആര്യന് ഉണ്ടാവണമെന്നില്ല. കാരണം സ്വാഭാവികമായിട്ടും സ്കൂളിലേക്ക് പോകുമ്പോൾ അത്തരത്തിലുള്ള വസ്ത്രമൊന്നും കയ്യിലേക്ക് തുടരണം. ഇപ്പോൾ വാർഡ് കൗൺസിലർ മുഫാസ് ചേരുന്നുണ്ട്. മുഫാസ്, കേൾക്കാമല്ലോ അല്ലേ? ശ്രീ മുഫാസ്, യെസ്. ഈ 14-കാരനെ കാണാനില്ലെന്നൊരു വാർത്ത വരുമ്പോൾ ചെറിയ ആശങ്കയുണ്ട്. ഈ അന്വേഷണത്തെ കുറിച്ചൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ കുട്ടിയുടെ വീട്ടുകാരും അധ്യാപകരിൽ നിന്നുമൊക്കെ എന്തെങ്കിലും പ്രതികരണം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? തളിപ്പറമ്പ് തെരുവിലാണ് കുട്ടി താമസിക്കുന്നത്, പൂക്കോത്ത് തെരുവില്. അപ്പോൾ നമ്മളത് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, പരസ്പരം കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പോലീസുകാർ അതിനു വേണ്ടിയിട്ട് എല്ലാ ഊർജിത പ്രവർത്തനവും അതിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. നിലവിലിപ്പോൾ വിവരമൊന്നും ലഭിച്ചിട്ടില്ല. സംശയാസ്പദമായി പല സ്ഥലങ്ങളിലും കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതിന് പുതിയ അപ്ഡേഷൻ ഒന്നുമില്ല. ഈ അന്വേഷണ സംഘം CCTV ഒക്കെ ശേഖരിച്ച് തുടങ്ങിയിട്ടുണ്ടോ? തുടങ്ങി. അന്വേഷണ സംഘം നേരത്തെ തന്നെ അത് കിട്ടിയ ഉടനെ തന്നെ അതിന്റെ ഫുട്ടേജ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുഴുവൻ പോലീസും അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുഫാസ്, ഈ കുടുംബത്തെ ബന്ധപ്പെട്ടിരുന്നോ? രക്ഷിതാക്കൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? ബന്ധപ്പെട്ടിരുന്നു. അവർക്കും അതിനെക്കുറിച്ച് മറ്റു വേറെ ഒന്നും പറയാനില്ല. ഇങ്ങനെ സ്കൂളിൽ പോയതാണ്, തിരിച്ചു വന്നില്ല എന്നുള്ളതാണ് അവരും പറയുന്നത്. നിങ്ങളൊന്നും വലുതായിട്ടൊന്നും പറയുന്നില്ല. ഇതിപ്പോൾ വൈകിട്ട് എത്ര മണിയോട് കൂടിയാണ് കാണാതാവുന്നത്? ഒരു 4:38 കുട്ടിയും കുട്ടിയുടെ സുഹൃത്തും ബക്കളത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അവസാനമായി കണ്ടത് ബക്കളത്തുള്ള ഒരു ഹോട്ടലിൽ കുട്ടി അവർ വന്ന് ജ്യൂസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് അവർ പിരിഞ്ഞുപോയി. അതിനുശേഷം ഈ കുട്ടിയെ കാണുന്നില്ല. ഏറ്റവും അവസാനം കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുമായൊക്കെ സംസാരിച്ചിട്ടുണ്ട് അന്വേഷണ സംഘം? സംസാരിച്ചു. അവരോടൊന്നും വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ അവസാനം കണ്ട കുട്ടിയോട് സുഹൃത്തിനോട് പറഞ്ഞത് അമ്മമ്മയുടെ വീട്ടിലേക്ക്, അതായത് അവന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ. ഈ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലെ CCTV ദൃശ്യങ്ങൾ ആ വഴി കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം നടക്കുന്നില്ല. അവിടെ അതെല്ലാം അന്വേഷണം നടക്കും. നമ്മുടെ 4 ഭാഗത്തും ഇപ്പോ ഇവിടെ അതിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ സമീപ പ്രദേശങ്ങളിലെല്ലാം. ശരി. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് നന്ദി മുഫാസ്. 14-കാരനെയാണ് കാണാതായിരിക്കുന്നത്. കണ്ണൂർ തളിപ്പറമ്പിൽ നിന്ന് പൂക്കോത്ത് തെരു സ്വദേശി ആര്യനെയാണ് ഇന്ന് വൈകുന്നേരം മുതൽ കാണാതായ ബാലന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടത്. സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ആര്യനെ കാണാതായത്. അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അർജുൻ കല്യാടാണ് വിശദാംശങ്ങളും നൽകിയത്.